ആലപ്പുഴയിലേക്കാണ്. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഇനിയും ശേഷിക്കുന്നത് 2 നാൾ മാത്രം. പുന്നമടയിൽ വിസ്മയം തീർക്കാൻ അവസാനഘട്ട ഒരുക്കത്തിലാണ് കളിവള്ളങ്ങളും ബോട്ട് ക്ലബ്ബുകളും. 1 മാസം നീണ്ടുനിന്ന പരിശീലനത്തോടെയാണ് പ്രമുഖ ടീമുകൾ പുന്നമടയിൽ അങ്കത്തട്ടിലേക്ക് എത്തുന്നത്. വിവരങ്ങൾ സുധീഷ് ഗോപാൽ നൽകും. സുധീഷ്, ഈ നെഹ്റു ട്രോഫിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട്, തുടർച്ചയായി 5 വർഷമായിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ഒരു വലിയ മേധാവിത്വം നിലനിൽക്കുകയാണ് PBCയുടെ. 2018, 2019, 22, 23, 24 ഈ തുടർച്ചയായുള്ള ഈ 5 വർഷത്തെ നേട്ടം 1952 നെഹ്റു ട്രോഫി ആരംഭിച്ചതിന് ശേഷം ഒരു ബോട്ട് ക്ലബിനും നേടാൻ അവകാശപ്പെടാത്തൊരു വലിയ നേട്ടമാണ്. ആ നേട്ടത്തിന് ചെക്ക് വയ്ക്കാൻ ഈ തവണ മറ്റേതെങ്കിലും ബോട്ട് ക്ലബ്ബുകൾക്ക് സാധിക്കുമോ സുധീഷ്? ഗൗതം, അതുതന്നെയാണ്. തുടർച്ചയായ 5 വിജയത്തോടെ ഇപ്രാവശ്യം ഡബിൾ ഹാട്രിക് അടിക്കാൻ വരുന്ന പുന്നമട ബോട്ട് ക്ലബിനെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ ഇത്തവണ ഏറ്റവും കടുത്ത ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു ടീമിനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് നിരണം ബോട്ട് ക്ലബ്ബാണ്. നിരണം ചുണ്ടൻ, നിരണം കരക്കാരുടെ തന്നെ നിരണം ചുണ്ടൻ, നിരണംകാർ തന്നെ, അവർ തന്നെ ലീഡിംഗ് ക്യാപ്റ്റനായി അവർ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ പുന്നമടയിൽ മത്സരത്തിനെത്തുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. അതിലുപരി 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന വളരെ കൃത്യതയോടെയുള്ള പരിശീലനത്തോടെയാണ് നെഹ്റു ട്രോഫിക്ക് എത്തുന്നത്. ചുണ്ടൻ വള്ളവും മികച്ച ഒരു ചുണ്ടൻ വള്ളമെന്ന് വിധിയെഴുതിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ വന്ന ഒരു ചുണ്ടൻ വള്ളം കൂടിയാണ് നിരണം. കഴിഞ്ഞ തവണയും നിരണം ബോട്ട് ക്ലബ്ബ് തന്നെയാണ് തുഴഞ്ഞത്. അത്തരത്തിൽ വളരെ കൃത്യതയോടുള്ള പരിശീലനത്തോടെ മികവുറ്റ ഒരു ചുണ്ടനിൽ നിരണം എത്തുമ്പോൾ അത് ഏതൊരു ടീമിനും കടുത്ത ഭീഷണി ഉയർത്തുന്നത് തന്നെയാണ്. അത്തരത്തിൽ ഈ പ്രാവശ്യം വെള്ളിക്കപ്പിൽ കന്നി നേട്ടം കൈവരിക്കുക, വെള്ളിക്കപ്പിൽ മുത്തമിടുക എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് എത്തുന്നത്. ഇവരുടെ പരിശീലനത്തിൻ്റെ രീതികളും മറ്റു കാര്യങ്ങളും നമുക്ക് ഈ ക്ലബിൻ്റെ ആൾക്കാരോടും തുഴച്ചിൽക്കാരോടും എല്ലാം തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ എത്രത്തോളം പ്രതീക്ഷയുള്ള ഒരു പരിശീലനത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, ഇന്ന് അവസാന ട്രയൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുകയാണ്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണുള്ളത്? ഒന്നാം തുഴച്ചിൽക്കാരൻ എന്ന നിലയിൽ എങ്ങനെ കാണുന്നു ഈ പ്രാവശ്യത്തെ ഒരു? കഴിഞ്ഞ 30 ദിവസമായിട്ട് ഞങ്ങൾ കഠിനമായ പരിശീലനത്തിൽ തന്നെയായിരുന്നു. കഠിനമായ പരിശീലനം എന്ന് പറഞ്ഞാൽ പട്ടാള ചിട്ട പോലെ തന്നെ കറക്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് കൃത്യനിഷ്ഠയോടെ നിന്ന് കറക്റ്റായിട്ട് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ റൊട്ടീനെല്ലാം കറക്റ്റ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതായത് തുഴച്ചിൽക്കാർക്കെല്ലാം പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ നിൽക്കുന്നത്. 30-ാം തീയതി എന്നൊരു ദിവസം ഞങ്ങളേതാകട്ടെന്നാണ് ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഫൈനൽ കയറിയതാണ്. ഇപ്രാവശ്യം ഒരു റെക്കോർഡ് സമയത്തോടെ തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഈഴ്സിൽ തന്നെ മികച്ച ഒരു ടൈം ഞങ്ങൾ അടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ചുണ്ടൻ വള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ 2022, 23 ആ ഒരു സമയത്ത് ഇറക്കിയ ചുണ്ടനാണ്. ഇത് 4ാം തവണയാണ് നെഹ്റു ട്രോഫിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് നമുക്ക് ഇത്തവണത്തേതുള്ളത്? അതിലുപരി ഓരോ വർഷത്തെയും ആ അനുഭവത്തിൻ്റെ എല്ലാം ഒരു പാഠം, അത് എത്രത്തോളം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? ഓരോ വർഷം ഇപ്പോൾ 2022 ചിങ്ങം 1-നാണ് നമ്മുടെ ഈ വള്ളം നീരണിഞ്ഞത്. തുടർന്ന് ഓരോ വർഷവും നമ്മൾ സ്ഥാനം വെച്ച് നോക്കിയാലും വള്ളത്തിന് മുന്നോട്ടുള്ള ഉയർച്ച. നെഹ്റു ട്രോഫിക്ക് ഇനിയും ശേഷിക്കുന്നത് 2 നാൾ മാത്രമാണ്. നിരണം ചുണ്ടൻ തുഴയുന്ന നിരണം ബോട്ട് ക്ലബിൻ്റെ വിശേഷങ്ങൾ അവിടെ നിന്ന് സുധീഷ് ഗോപാൽ പങ്കുവയ്ക്കുകയായിരുന്നു. ചില സാങ്കേതിക തടസ്സം മൂലമാണ് ആ സംഭാഷണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നത്. നമുക്കറിയാം, നെഹ്റു ട്രോഫിയെ സംബന്ധിച്ച് ജലത്തിലെ ഒളിമ്പിക്സ് അല്ലെങ്കിൽ പുന്നമടയിലെ ജലമാമാങ്കം എന്ന് നാം വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇതിന് ഏറ്റവും വലിയ 2 ജലമേളകളിൽ ഒന്നാണ്. ഒന്ന് നമുക്കറിയാം, ആറന്മുളയിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന പള്ളിയോടങ്ങളുടെ മത്സരമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജലമേള തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സുധീഷ് ഗോപാൽ വീണ്ടും ചേരുകയാണ്. സുധീഷ്, തുടരാം. നേരത്തെ നിരണം ചുണ്ടൻ്റെയും നിരണം ചുണ്ടൻ തുഴയുന്ന നിരണം ബോട്ട് ക്ലബിൻ്റെയും വിശേഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് സുധീഷ് എത്തിച്ചുകൊണ്ടിരുന്നത്. തുടരാം. ഗതം അതുതന്നെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം മൊത്തം 71ാമത് നെഹ്റു ട്രോഫിയിൽ 71 കളിവള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അതിൽ 21 ചുണ്ടൻ വള്ളങ്ങളുണ്ട്. ഈ 21 ചുണ്ടൻ വള്ളങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പകുതിയിലേറെ ചുണ്ടൻ വള്ളവും വളരെ കൃത്യതയോടെ ഏതാണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്നതിൽ 1 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തോടെ എത്തുന്നു. കോടികൾ മുടക്കിയാണ് ഇത്തരത്തിൽ പരിശീലനം നടത്തുന്നത്. ആ രീതിയിൽ പുന്നമടയിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ വിജയം മാത്രമാണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എത്തുന്നത്. ഇപ്പോൾ നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ 5 തുടർച്ചയായ വിജയം
വിജയത്തോടെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ മേപ്പാടം ചുണ്ടനിലെത്തുന്നത്. അവർക്ക് ആരാവും ശക്തമായ ഒരു എതിരാളിയായി മാറി അവർക്ക് ഈ തുടർ വിജയങ്ങൾക്കൊരു അറുതി വരുത്തുന്നത് എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുകയാണ്. അത്തരത്തിലുള്ള ഇവരുടെ പ്രതീക്ഷ എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള പരിശീലനത്തോടെയാണ് മിക്ക ചുണ്ടൻ വള്ളങ്ങളും എത്തുന്നത്. ശക്തമായ മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഈ പള്ളാത്തുരുത്തിയെ പോലുള്ള ടീമുകളെ കൃത്യമായും അവരെക്കാൾ വേഗത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് ഇത്തവണ നെഹ്റു ട്രോഫി നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണോ ഉള്ളത്? അല്ല, കഴിഞ്ഞ 30 ദിവസമായി നിരണം ചുണ്ടൻ്റെ ടീമും സംഘാടക സമിതിയും എല്ലാം ഞങ്ങൾ പോരാട്ട വീര്യത്തിലാണ്. ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി നിരണം എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർക്കുക എന്നുള്ളത് കുറഞ്ഞ് ഞങ്ങൾക്ക് വേറൊരു ചിന്താഗതി മറിച്ചൊന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എല്ലാവരും. ഞങ്ങളെ സംബന്ധിച്ചൊരു ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിരണം ചുണ്ടൻ ഞങ്ങളുടെ സ്വന്തം ടീമാണ് നിരണം ചുണ്ടനിൽ തുഴയുന്നത്. ഞങ്ങളുടെ സ്വന്തം ക്യാപ്റ്റനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മറ്റ് ക്ലബ്ബുകളെക്കാളൊക്കെ വളരെ പ്രത്യേകതയാണ് ഞങ്ങളുടെ നിരണം ചുണ്ടനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുടെ പ്രഥമ ചുണ്ടൻ വള്ളമാണ് നിരണം ചുണ്ടൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആറന്മുള ചുണ്ടൻ ഒഴിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലുള്ള ഏക ചുണ്ടൻ വള്ളം എന്നത് നിരണം ചുണ്ടനാണ്. അപ്പോൾ അങ്ങനെയുള്ള ജലോത്സവ പ്രേമികളുടെ നാടായ നിരണം. അപ്പോൾ അങ്ങനെയുള്ളവർ ഞങ്ങൾക്ക് കൂടുതൽ പൂർവാധി ആവേശത്തോടു കൂടിയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ഞങ്ങൾ മുത്തവിടുമെന്നുള്ളതിൽ കുറഞ്ഞൊരു സംശയവും ഇല്ല. ഇപ്പം ചുണ്ടൻ ഒരുക്കങ്ങൾക്കായി കയറ്റി ഏത് വള്ളത്തിലാണ് പ്രാക്ടീസ്, എങ്ങനെ പോകുന്നു പ്രാക്ടീസിൻ്റെ കാര്യങ്ങൾ? അല്ല, പ്രാക്ടീസ് ഇപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ദിവാഞ്ചി വള്ളത്തിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നുകൊണ്ട് ഞങ്ങളുടെ പ്രാക്ടീസ് തീരുകയാണ്. നാളെ ഒരു ദിവസം റെസ്റ്റ്, അതിനുശേഷം ഞങ്ങൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. എത്രത്തോളം പ്രതീക്ഷയാണോ? 100% പ്രതീക്ഷയാണ്. ഈ 30 ദിവസക്കാലത്തെ കഠിന പ്രാക്ടീസിന് ശേഷം ഇന്ന് അവസാന നിമിഷ പ്രാക്ടീസൂടെ കഴിഞ്ഞാൽ, നാളെ വിശ്രമം കഴിഞ്ഞാൽ 30-ാം തീയതി പുന്നമടയിലെത്തുമ്പോൾ 100% പ്രതീക്ഷയിലാണ്. നിരണം വള്ളം നിരണത്ത് കപ്പെത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ടീമിനെ, ആ ടീമും ഞങ്ങളുടെ സ്വന്തം ക്യാപ്റ്റനും സമിതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ടീമിനൊപ്പം സമിതിയും കൂടെ ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരണത്ത് വെള്ളിക്കപ്പ് എത്തിക്കുക എന്നുള്ള ഏക പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഈ വിദേശ മലയാളികൾക്കടക്കം വലിയ ആവേശമാണ്. അതിലുപരി ഇതിൻ്റെ ഒരു പങ്കാളിത്തം അത് എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു കരയുടെ ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് നിരണമെന്ന് പറഞ്ഞ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക ചുണ്ടൻ എന്ന കുട്ടനാടിൻ്റെ സ്വഭാവമുള്ള ഒരു കാർഷിക ഗ്രാമത്തിൽ നിന്നുള്ള ചുണ്ടൻ കൂടിയാണ്. അതപ്പം മറ്റ് വിദേശ മലയാളികൾ അടക്കം ഇതിൽ പങ്കുചേർന്നുകൊണ്ട് ഒരുമയോടൊറ്റക്കെട്ടായിട്ടാണോ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര? ഞങ്ങളുടെ പ്രവാസി ഒരു കൂട്ടം തന്നെയുണ്ട് അതിനകത്ത്. അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുന്നത്. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഈ വള്ളം പണിതതും ഈ വള്ളം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ അതിലും ഉപരി ഞങ്ങളുടെ ക്യാപ്റ്റൻ KG ഏബ്രഹാം, പുള്ളിയാണ് ബാക്കി ഫണ്ടെല്ലാം ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ കരയിലെയും അവിടെ എല്ലാം നടന്ന് ഞങ്ങൾ പിരിവും മറ്റുമൊക്കെ എടുത്താണ് ഇത് കളിപ്പിക്കുന്നതും. ഇപ്പോൾ ഏതാണ്ട് 30-32 ദിവസത്തെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്നുകൊണ്ടത് അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് 100% പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ആ കപ്പ് കൊണ്ടുവരും. എങ്ങനെ കാണുന്നു ഈ പ്രാവശ്യത്തെ ഒരു നെഹ്റു ട്രോഫി? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചെയ്യുവാൻ സെൻറ്റ് മിനിസ്റ്റർ കാണിച്ച ജനം TV-യോട് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ലോകത്തിൻ്റെ നെറുകയിൽ നിരണമെന്ന ഈ പുണ്യഭൂമി ലോകത്തിൻ്റെ നെറുകയിൽ പ്രാവശ്യം എത്തിയിരിക്കും. ഞങ്ങളുടെ 2 മുദ്രാവാക്യമാണ്: ഞങ്ങൾ ജയിച്ചിരിക്കും, ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. ഇവിടെ ഓരോരുത്തരും പറഞ്ഞ പ്രസിഡന്റ്, ഇത് ഞങ്ങളുടെ ആരാധന പ്രസിഡന്റാണ്, വൈസ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. നിരണത്തിൻ്റെ ഒരു ചരിത്ര സംഭവമാക്കി ഈ വർഷം നെഹ്റു ട്രോഫി മാറ്റിയിരിക്കും. അതിൽ 1ാം സ്ഥാനം ഞങ്ങൾ കരസ്ഥമാക്കുന്നത് യാതൊരു സംശയവുമില്ല. കാരണം അതുപോലെ അശ്രാന്ത പരിശ്രമം, ഓരോ ദിവസം നിരന്തരമായ, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു മിലിറ്ററി ചിട്ടയോടാണ് നീങ്ങുന്നത്. അവിടെ ജയിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നേടാൻ സാധിച്ചാൽ പത്തനംതിട്ട ജില്ല എന്നുള്ള ആദ്യത്തെ വിജയമായിരിക്കും, ആദ്യത്തെ ചുണ്ടനായിരിക്കും. അത്തരം പ്രത്യേകതകൾ ഒരു വാക്കൂടെ, അതായത് ആരാധനായ ഞങ്ങളുടെ വടക്കേ മുതൽ ബേബി ചായൻ, KG ഏബ്രഹാം സാറായ ബേബി ചായൻ, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ആവേശം വരുന്ന അടിവാക്ക മിസ്റ്റർ റെജി അവറുകൾ, ഇത് ഞങ്ങൾക്ക് വലിയൊരു താങ്ങാണ്, ഞങ്ങൾക്ക് വലിയ കരുത്താണ്. പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇതിൽ ആക്റ്റീവായ മെമ്പേഴ്സ്, ഇതിൻ്റെ താളക്കാരൻ കൂടി ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പ്രാക്ടീസും മറ്റും? അതിൽ ഉപരി ഇപ്പം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഏത് രീതിയിലായിരിക്കും ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫിയിൽ നിങ്ങളുടെ ഒരു പ്രകടനം നടത്തുന്നത്? തീർച്ചയായിട്ടും 30-32 ദിവസമായി പരിശീലനം തുടങ്ങുന്നുണ്ട്. കഠിന പരിശീലനം തന്നെയായിരുന്നു. ഈ മഴയായാലും വെയിലത്തായാലും
കുട്ടികളെ നല്ല പരിശീലനം ചെയ്തിട്ടുണ്ട്. ഇപ്പം തീർച്ചയായിട്ടും 83 വരെ നല്ല രീതിയിൽ വാർത്തെടുത്തിട്ടുണ്ട് ഞങ്ങൾ. ബാക്കി നെഹ്റു ട്രോഫിയുടെ നാലാമത്തെ ഹീറ്റ്സും 3-ാം ട്രാക്കിലാണ് വള്ളം കളിക്കുന്നത്. അത് വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും മഴ പെയ്ത് വെള്ളം കൂടട്ടെ എന്നൊരു പ്രാർത്ഥന. ആവേശമുള്ള ഒരു ഹീറ്റ് സൂടാണെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ PVC നടുഭാം ചുണ്ടനുണ്ട്. നല്ല ശക്തമായ ഒരു ടീമാണ്. തീർച്ചയായിട്ടും കപ്പ് നിരണത്തിനുള്ള കൊണ്ടുവന്ന് തന്നെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി നിരണത്തേക്ക് എത്തും. അത് നിരണത്തിന് നേടാൻ സാധിച്ചാൽ അത് ഒരു ചരിത്രമാണ്. കാരണം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന ഏക ചുണ്ടൻ, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക ബോട്ട് ക്ലബ്. അവർക്ക് ഇതുവരെയും നെഹ്റു ട്രോഫിയിൽ പത്തനംതിട്ട ജില്ലയിൽ ആർക്കും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല. ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇപ്രാവശ്യം വെള്ളിക്കപ്പ് നിരണത്തേക്ക് കൊണ്ടുപോകും എന്നത് തന്നെയാണ്. പത്തനംതിട്ട എന്ന് പറയുന്നത് പള്ളിയോടങ്ങളുടെ നാടാണ്. ആ പള്ളിയോടങ്ങളുടെ നാട്ടിൽ നിന്നും കുട്ടനാട്ടിൽ പോയി മത്സരിക്കുന്ന ഏക കളിവള്ളമാണ് നിരണം ചുണ്ടൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നെഹ്റു ട്രോഫി ആലപ്പുഴയിൽ നിന്നുള്ള വള്ളങ്ങളും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിൽ നിന്ന് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അവിടെ മത്സരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്ന് ജീസസ് ബോട്ട് ക്ലബ്ബ് 2009-ലും 2008-ലുമൊക്കെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ജീസസ് ബോട്ട് ക്ലബ്ബ് അവർ കൊല്ലത്ത് നിന്ന് വന്ന് ഈ ട്രോഫിയുമായി പോയവരാണ്. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്ന ഏക വള്ളമായിട്ടുള്ള നിരണം ചുണ്ടൻ്റെ വിശേഷങ്ങളാണ് സുധീഷ് ഗോപാൽ പങ്കുവച്ചത്. 30-ാം തീയതിയാണ് നെഹ്റു ട്രോഫി മത്സര വള്ളംകളി നടക്കുന്നത്.